നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രാഹുൽ. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനൊരു റിലേഷൻഷിപ്പ് മാനേജറാണ്. പോളിസി ബസാറിലാണ് വർക്ക് ചെയ്യുന്നത്. ഫീൽഡിലാണ് എൻ്റെ വർക്ക്. ഇപ്പോൾ ഞാൻ ഒരു കസ്റ്റമറെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ ഒരു 10 കിലോമീറ്റർ തള്ളിയാണുള്ളത്. ശരി, പോകുന്ന വഴിക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് പോകാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ റെക്കോർഡിങ് ആരംഭിച്ചത്. ഇപ്പം നമുക്കറിയാം, താരിഫ് യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താരിഫ് യുദ്ധം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക നമ്മൾക്ക് ഒരു 50% താരിഫ് ഇപ്പം കൊണ്ടുവന്ന് നിലവിൽ വന്നു. കഴിഞ്ഞ 27-ാം തീയതിയാണ് നിലവിൽ വന്നത്. അതാണ് നടന്നിട്ടിരിക്കുന്നത്. ഞാനും ഓർത്ത്, എന്തുകൊണ്ടാണ് അമേരിക്ക എന്തുകൊണ്ടാണ് താരിഫ് ഇങ്ങനെ അമേരിക്ക പെട്ടെന്ന് താരിഫ് കൂട്ടാനുള്ള കാരണം? നോബൽ പ്രൈസ് നേടിയെടുക്കാനുള്ള അവസരം അതായത് അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നോബൽ പ്രൈസ് നേടിയെടുക്കാനുള്ള അവസരം നമ്മൾ തട്ടിക്കളഞ്ഞതുകൊണ്ടാണോ താരിഫ് പെട്ടെന്ന് കൊണ്ടുവന്നത്? ഇല്ലേ, വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇതിന് പിന്നിലെന്നൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായത്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് 50% താരിഫ് അവരടിച്ചു തരുമ്പോൾ, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളുടെ, അതായത് അവിടുന്ന് ഇങ്ങോട്ട് പ്രോഡക്ട്സുകൾ വരുന്നുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സാധനങ്ങളുടെ താരിഫ് എത്രയാണെന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. 150% വരെ താരിഫ്, അതായത് ടാക്സ് കൊടുക്കേണ്ട സിറ്റുവേഷനിലുള്ള പ്രോഡക്ട്സുകൾ ഒത്തിരി ഉണ്ട്. അവരുടെ ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്. അതിൽ ഞാൻ ചുമ്മാ ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കിയപ്പോൾ എന്നൊക്കെയാണ് ഈ താരിഫ്, എന്നൊക്കെയാണ് ഇതിൽ ടാക്സിൽ ആഡായിട്ട് വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിനകത്തൊരു 6 ടൈപ്പ് ടാക്സുകൾ ഒരു അമേരിക്കൻ പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് കൺസ്യൂമർ, നമ്മളാണിത് അടയ്ക്കുന്നത്, അല്ലാതെ ഇന്ത്യൻ ഗവൺമെൻറ്റൊന്നും അല്ല അടയ്ക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ അവർക്കൊരു അമേരിക്കൻ പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ അവർ ഇത്രയും ശതമാനം ടാക്സ് കൊടുത്തിട്ടുണ്ട്. അതായത് 100 മുതൽ 150% ടാക്സ് കൊടുത്തിട്ടാണ് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. എന്നൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, അതാണ് ഒന്നാമത്തെ ഇത് കമ്പോണൻ്റ്. അത് ഒന്നാമത്തെ ഇമ്പോർട്ട് ടാക്സ്. രണ്ടാമത്തെ വന്നത് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി, ഇത് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തെ വന്ന് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പിന്നെ സോഷ്യൽ വെൽഫെയർ സർചാർജ്, സെസ് ആൻഡ് അതർ ഡ്യൂട്ടീസ്, കസ്റ്റം ഹാൻഡ്ലിംഗ് ഫീ. ഇതെല്ലാം ഒരു 6 ടൈപ്പ് ടാക്സ് കൊടുത്തിട്ടാണ് നമ്മളൊരു അമേരിക്കൻ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 1000 രൂപയുടെ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ആ പ്രോഡക്റ്റ് ഇന്ത്യയിലുള്ള ഒരു കൺസ്യൂമറിന് വാങ്ങിക്കാൻ ഏകദേശം 2980 രൂപ എക്സ്ട്രാ അടച്ചാൽ മാത്രമേ, അതായത് മൊത്തം വിലയുടെ അതായത് ടാക്സ് മാത്രം 2980 രൂപ, അതായത് ഒരു 3000 രൂപ കണക്ക് വെച്ചു. 3000 രൂപയും പ്ലസ് ഒരു 1000 രൂപ പ്രോഡക്റ്റിൻ്റെ വില. അങ്ങനെ 1000 രൂപയുടെ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇവിടുത്തെ സാധാരണക്കാരനായ ഒരു കൺസ്യൂമർ അതിന് 4000 രൂപ കൊടുത്തിട്ട് വേണം അത് വാങ്ങിക്കാൻ. അതാണ് ഇവിടുത്തെ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ താരിഫ് വാർ ഇത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് പോകാനുള്ള കാരണം അവരും ചിന്തിക്കും, അമേരിക്കക്കാരും ചിന്തിക്കും, നമ്മുടെ പ്രോഡക്റ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ നമുക്ക് അവിടെ അത് 10% അല്ലെങ്കിൽ 5% ടാക്സ് നമുക്ക്, അതായത് നമ്മുടെ പ്രോഡക്റ്റിന് ടാക്സ് ആകുന്നു. അവിടുന്ന് ഒരു പ്രോഡക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ 150%, 200% ടാക്സ്. അതൊരിക്കലും അതൊരിക്കലും ഒരു മര്യാദയുടെ കാര്യമല്ല. ദാറ്റ് ഈസ് നോട്ട് ഫെയർ. അതാണ് അവർ പറയുന്നത്. പിന്നെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്നൊക്കെ പ്രോഡക്റ്റുകളാണ് അവിടെ വരുന്നത്. അതായത് ഇപ്പം ക്രൂഡ് വരുന്നുണ്ട്. അതായത് എനർജി പ്രോഡക്ട്സ്, നമ്മളെ പെട്രോളിയം പ്രോഡക്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. കോള്, ക്രൂഡ് ഓയിൽ, LNG. പിന്നെ ഡയമണ്ട്സിന് ആക്ച്വലി ഇതിലൊക്കെയാണ് കുറവുള്ളത്. ഡയമണ്ട്സിന് 0% ഉള്ളൂ ടാക്സ്. 0% താരിഫ്. പോളിഷ് ചെയ്ത ഡയമണ്ട് ആണെങ്കിൽ 5% താരിഫ് വരും. പക്ഷേ മറ്റുള്ള പ്രോഡക്റ്റുകളിലേക്കാണ് താരിഫ്. ചില പ്രോഡക്റ്റുകൾക്ക് താരിഫില്ല. എയർക്രാഫ്റ്റിന് താരിഫില്ല. കെമിക്കൽസ് ആൻഡ് പെട്രോ കെമിക്കൽസിന് താരിഫ് കുറവാണ്. 7% ഉള്ളൂ. മേ ബി അതുകൊണ്ടായിരിക്കും ഗുജറാത്തിലുള്ളവരെല്ലാം പൈസക്കാരാണ്, പണക്കാർ മാത്രമേ ഉള്ളൂ ഗുജറാത്തിൽ. കാരണം ഡയമണ്ട്സിൻ്റെ ബിസിനസ്സാണ് അവിടെ കൂടുതൽ നടക്കുന്നത്. ഡയമണ്ട് കട്ടിങ്, പോളിഷിങ്, ഡയമണ്ട് ജ്വല്ലറികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കപ്പെടുന്നത് ഗുജറാത്തിൽ നിന്നാണ്. അപ്പോൾ
അവർക്കത് 0% താരിഫിൽ അവർക്കത് വിദേശത്തുനിന്ന് ഡയമണ്ട് വരാണ്. ഡയമണ്ട് വലിയ നിക്ഷേപമൊന്നും ഇന്ത്യയിൽ വലിയ ഡയമണ്ട് നിക്ഷേപമൊന്നുമില്ല. സോ നമ്മുടെ ഡയമണ്ട് എല്ലാം വരുന്ന വിദേശത്തു നിന്നാണ്. ഈ ഡയമണ്ടിന് 5% അല്ലെങ്കിൽ 0% താരിഫിൽ അവർക്കത് കിട്ടുവാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രയോജനമുള്ള കാര്യമാണ്. പിന്നെ ഹൈ താരിഫ് കാറ്റഗറീസിൽ വരുന്ന പ്രോഡക്റ്റുകൾ എന്നൊക്കെയാണെന്ന് നോക്കിയാൽ വെജിറ്റബിൾ ഓയിൽ 45% നോക്കിക്കാണും. സാധാരണക്കാരനെ ഒലീവ് ഓയിൽ ഇവിടെ ഉള്ളവർ മേടിച്ച് കഴിക്കേണ്ടെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും 45% വെച്ചിരിക്കുന്നത്. പിന്നെ ആപ്പിള്, കോണ്, മോട്ടോർ സൈക്കിള് 50% താരിഫ്. 50% താരിഫ് അതും വളരെയധികം കൂടുതലാണ് ഇവിടുത്തെ കൺസ്യൂമേഴ്സിന്. നല്ല ആപ്പിൾ മേടിച്ച് കഴിക്കണമെങ്കിൽ, നല്ല ആപ്പിൾ അല്ലെങ്കിൽ കോണ് നമുക്ക് മേടിച്ച് കഴിക്കണമെന്ന് തോന്നിയാൽ, ക്വാളിറ്റി കൂടിയ സാധനങ്ങൾ മേടിച്ച് കഴിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ഇത്ര % ടാക്സ് കൊടുക്കണം. പിന്നെ ഓട്ടോമൊബൈൽസ്, ഫ്ലവേഴ്സ്, പൂക്കൾ 60%, നാച്ചുറൽ റബ്ബറിന് 70%, കോഫി, റൈസിൻസ്, വാൾനട്ട്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് 100%, ആൽക്കഹോളിക് ബീവറേജിന് 150%. ആൽക്കഹോളിക് ബീവറേജിനാണ് ഏറ്റവും കൂടുതൽ. അത് കുഴപ്പമില്ല, കാരണം അത് മേടിച്ച് കുടിച്ചാരും ചാകാൻ നമ്മളാരും പറയത്തില്ല, പ്രത്യേകിച്ച് ഞാൻ പറയത്തില്ല. സോ ഇതൊക്കെയാണ് ഇത്രയും പ്രോഡക്ട്സിനാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സാണ് ഇത്രയും കുറച്ച് പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞുള്ളൂ. അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സ് ഇതിനാണ് ഇത്രയും ടാക്സ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സാധനങ്ങൾക്ക് ടാക്സ് കുറവ്, അവരുടെ സാധനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ സാധനങ്ങൾക്ക് ടാക്സ് കൂടുതൽ. സോ അവരാണെങ്കിൽ ചിന്തിക്കത്തില്ലേ എന്തുകൊണ്ട് അവർ അടിച്ചു കൊടുക്കുന്ന ടാക്സ് എന്തുകൊണ്ട് നമുക്ക് അടിച്ചു തരുന്നില്ലെന്ന് അവർ ചിന്തിക്കുന്നതിന് അത് തെറ്റായ കാരണമൊന്നുമല്ല. അത് അവരുടെ രാജ്യത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതായത് നമ്മൾ നമ്മുടെ നല്ലതിന് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നു, അവരവരുടെ നല്ലതിന് വേണ്ടി ചിന്തിക്കുന്നു. അതുകൊണ്ടായിരിക്കാം താരിഫ് ഇത് ഇത്ര വലിയൊരു രൂക്ഷമായിട്ട് പോകാനുള്ള കാരണം. പിന്നെ പ്രത്യേകിച്ചും പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ കുറച്ച് മേജർ പ്ലെയേഴ്സ് ഉണ്ട്. അതായത് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന കുറച്ച് മേജർ ആൾക്കാരുണ്ട്. റിലയൻസ് ആണെങ്കിലും അദാനി ആണെങ്കിലും ഇല്ലെങ്കിൽ ടാറ്റ ആണെങ്കിലും ആദിത്യ ബിർള അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട്. ആദിത്യ ബിർള ഗ്രൂപ്പ് അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകൾ ഇവിടെ മാനുഫാക്ചറിങ് ഗ്രൂപ്പുകളുണ്ട്. അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കാം ഇത്രയും താരിഫ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും താരിഫ് മറ്റുള്ള വിദേശത്തു നിന്ന് വരുന്ന പ്രോഡക്ട്സുകൾക്ക് ഇത്രയും താരിഫ് ഇന്ത്യൻ സർക്കാർ അടിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡൊമസ്റ്റിക് പ്ലെയേഴ്സ്, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളിൽ ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് വന്നിട്ട് ഇവിടുത്തെ മാർക്കറ്റുകളിൽ വരാറില്ല. അതാണ് സത്യാവസ്ഥ. ഇവിടുത്തെ മാർക്കറ്റുകളിൽ വരാതെ വിദേശ മാർക്കറ്റുകളിലേക്കാണ് ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വിദേശ മാർക്കറ്റുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ക്വാളിറ്റി അല്ലെ തേർഡ് ക്വാളിറ്റി പ്രോഡക്ട്സ്. ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് വിദേശത്തേക്ക് പോയാലേ വിദേശ നാണ്യം കൂടത്തുള്ളൂ, വിദേശ ശേഖരം കൂടത്തുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അവിടെ കൊണ്ടുപോയി വിറ്റ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റും തേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റും ഇവിടെ വിൽക്കുന്നത്. കാരണം സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും വിദേശത്തേക്ക് കയറ്റി വിട്ടാൽ റിജക്റ്റ് ആയിട്ട് തിരിച്ചു വരും. കാരണം അങ്ങനെയുള്ള രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലാതെ വിൽക്കാൻ പറ്റത്തില്ല. കാരണം അത് അവിടെയുള്ള സർക്കാരുകൾ സമ്മതിക്കത്തില്ല. അപ്പോൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ സെക്കൻഡ് ക്വാളിറ്റി പ്രോഡക്റ്റും തേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റും ഇന്ത്യയിൽ വിൽക്കാം. കാരണം നമ്മൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണല്ലോ, നമ്മൾ 2ാം തരം 3ാം തരക്കാരാണല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമ്മുടെ ആൾക്കാർക്ക് ഇത് വിറ്റ് അവർ പൈസ ഉണ്ടാക്കാം. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിലും ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിലും തേർഡ് ക്വാളിറ്റി ആണ്, ഈ പ്രോഡക്റ്റ് എല്ലാം ഒരു മെഷീനിൽ നിന്ന് വരുന്നതാണ്. ഒരു മെഷീനിലാണ് ഉണ്ടാക്കുന്നത്, ഒരേ പ്രോസസ്സാണ്, ഒരേ മാനുഫാക്ചറിങ് കോസ്റ്റാണ് വരുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. ഇതിൽ ഡിഫക്റ്റ് വരുന്ന പ്രോഡക്റ്റുകൾ, അതായത് തട്ടിയതും മുട്ടിയതും പൊട്ടിയതും എല്ലാം വന്നിട്ട് നമ്മുടെ ജനങ്ങളെ കൊണ്ട് മേടിപ്പിക്കുക, മറ്റുള്ള നല്ല പ്രോഡക്റ്റുകൾ വിദേശത്തേക്ക് കയറ്റി അതിന് പൈസ ഉണ്ടാക്കുക. വിദേശത്തു നിന്ന് ഏതെങ്കിലും പ്രോഡക്റ്റ് അതിൽ കൂടുതൽ ടാക്സ് അടിച്ച് നമ്മുടെ ആൾക്കാരെ കൊണ്ട് മേടിപ്പിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ സർക്കാരുകൾ ചെയ്യുന്നത്. കാരണം നമ്മുടെ സർക്കാർ എപ്പോഴും അതായത് ഇവിടെയുള്ള മെയിൻ പ്ലെയേഴ്സ് ഉണ്ട്, മെയിൻ മാനുഫാക്ചറിങ് പ്ലെയേഴ്സ് ഉണ്ട്, അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർ പറയുന്നൊരു കാരണം എന്ന് വെച്ചാൽ ഇവരില്ലെങ്കിൽ ഇവിടെ തൊഴിൽ സാധ്യത കുറയും. അതൊരു കാരണമാണ്, തൊഴിൽ സാധ്യത കുറയും എന്നും വെച്ച് ഇവരുണ്ടാക്കുന്ന എല്ലാ ഡിഫക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും ഇന്ത്യയിലുള്ള ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ കാരണം. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾക്ക് വിദേശത്തു നിന്ന് വരുന്ന പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് അതായത് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ വന്നിട്ട് സ്വദേശത്തുള്ള പ്രോഡക്റ്റുകൾക്ക് മാർക്കറ്റ് ഇടിയും. അപ്പം ഇന്ത്യയിലെ ഗവൺമെൻറ് എന്നെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വിദേശത്തു നിന്ന് വരുന്ന പ്രോഡക്റ്റിന് അധിക ടാക്സ് കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും പ്രോഡക്റ്റുകൾ വിറ്റ്
ഇന്ത്യൻ പ്ലെയേഴ്സിനെ, അതായത് ഇന്ത്യയിലുള്ള മേജർ ഗ്രൂപ്പ്സിനെ സംരക്ഷിക്കുക. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് ഇത് സംഭവം നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ട്രംപ് വന്നിട്ട് 50% ടാക്സ് കൊണ്ടുവന്നത്. അദ്ദേഹം ഇനി 50 അല്ല 100 അല്ല 200 ടാക്സ് കൊണ്ടുവന്നാലും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇങ്ങനെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെടുന്ന, അതായത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോഡക്റ്റുകൾ വിദേശത്തേക്ക് കയറി പോകാതെ ഇവിടെ കെട്ടിക്കിടന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കിടയിലേക്ക് ഇത് വരത്തുള്ളൂ. ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് വന്ന് ഇന്ത്യയിലുള്ള ജനങ്ങൾ ഉപയോഗിക്കട്ടെ. അല്ലാതെ വിദേശത്തുള്ളവർ മാത്രം ഫസ്റ്റ് ക്വാളിറ്റി ഉപയോഗിച്ചാൽ മതിയോ? നമ്മൾ എപ്പോഴും നമ്മളെ വെറുതെ അല്ല വിദേശത്തുള്ളവർ പറയുന്നത് നമ്മൾ തേർഡ് വേൾഡ് കൺട്രിയാണ്. കാരണം നമ്മൾ തേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മാത്രമായിരിക്കും അവർ പറയുന്നത് നമ്മൾ തേർഡ് വേൾഡ് കൺട്രിയാണ്. അല്ലാതെ നമ്മുടെ അടുത്ത ചതുപ്പോ അല്ലെ സ്ലംസോ അല്ലെങ്കിൽ കോളനികളോ അല്ലെങ്കിൽ വൃത്തികെട്ട സ്ഥലങ്ങളെ കണ്ടിട്ട് മാത്രമല്ല നമ്മൾ തേർഡ് വേൾഡ് കൺട്രി എന്ന് പറയുന്നത്. നമ്മുടെ തേർഡ് വേൾഡ് കൺട്രി എന്ന് പറയുന്നതിന് കാരണം നമ്മൾ തേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ജനങ്ങളിലേക്ക് തേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് മാത്രമേ എത്തിച്ചു കൊടുക്കുന്നുള്ളൂ. അതൊരു സത്യാവസ്ഥയാണ്. ഇനിയിപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് വന്നിട്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് വന്നിട്ട് അംബാനിയും അദാനിയും അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ സിറ്റിയിലും മേജർ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് മേടിച്ച് യൂസ് ചെയ്യാനുള്ള ഒരു ഇതുള്ളത്. കാരണം നമ്മളെ കൊണ്ട് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും വിലയുള്ള പ്രോഡക്റ്റ്സ് നമ്മളെങ്ങനെ മേടിച്ച് യൂസ് ചെയ്യുന്നത്? നമുക്ക് അതിനുള്ള വരുമാനമില്ല, അതിനുള്ള സോഴ്സ് ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ തേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെ നമ്മളെന്നും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മളെ തള്ളിവിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ താരിഫ് വാർ വന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ താരിഫ് വാർ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകും. കാരണം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഇന്ത്യയിലെ ജനങ്ങൾക്കും കൂടെ ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇത് തുറന്നു വെച്ചിരിക്കുന്നത്. ഇനി 200% വന്നാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ജനങ്ങൾ ഉപയോഗിച്ച് പഠിക്കട്ടെ. അതുകൊണ്ട് എ ബിഗ് താങ്ക്സ് ടു ട്രംപ്. പുള്ളി ചെയ്തൊരു നല്ല കാര്യം തന്നെയാണ്. ഏതായാലും ഞാൻ കസ്റ്റമറുടെ അടുത്ത് എത്താറായി. ഒരു 800 മീറ്റർ കൂടെ കഴിഞ്ഞാൽ കസ്റ്റമറുടെ അടുത്ത് ചെല്ലും. അപ്പോൾ ജോലിയിലാണ് ഉള്ളത്. അതുകൊണ്ട് അതിനിടയിൽ ചെയ്തതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊന്നും ക്ഷമിക്കുക. എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. കഴിയുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല് പ്ലീസ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് നാളെ കാണാം. എനിവേ ഹാവ് എ നൈസ് ഡേ. ഹാപ്പി അഡ്വാൻസ് ഓണം.